നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ വമ്പൻ കുതിപ്പാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഏകദേശം 40,000 കോടി രൂപയിലെത്തി. ഈ വർഷം 60%-ലധികമാണ് കയറ്റുമതി വർധനവ് ഉണ്ടായിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആയുധങ്ങളുടെ എണ്ണവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയുധങ്ങൾക്കായി ചൈനയും തുർക്കിയെയും ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇത് വലിയൊരു തിരിച്ചടിയായി മാറും. അതായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നരേന്ദ്രമോദി സർക്കാർ ആയുധങ്ങൾ മാത്രം നിർമ്മിക്കുക അല്ല അവരുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതായത് ആയുധങ്ങൾ കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ 100% വിജയം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നേടിയിരിക്കുന്നു എന്നതാണ് വസ്തുത. പ്രതിരോധ മേഖലാ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഈ നേട്ടത്തിന് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്നാണ് രാജ്നാഥ് സിംഗ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത്. രാജ്യം ശ്രദ്ധേയമായ ഒരു വിജയഗാഥ രചിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. 2025-2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,424 കോടി എന്ന റെക്കോർഡ് ഉയരത്തിൽ എത്തിയതായി രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. ഒരു കാലത്ത് ആയുധ കയറ്റുമതിക്ക് മാത്രം പേരുകേട്ട ഇന്ത്യ ഇപ്പോൾ കയറ്റുമതിയുടെ കാര്യത്തിൽ അതിവേഗം പുരോഗമിക്കുകയാണ്. വ്യക്തമായ കണക്കുകൾ സഹിതം പറഞ്ഞാൽ വെറും ഒരു വർഷത്തിനുള്ളിൽ 14,802 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇനി രാഹുൽ ഗാന്ധിയോടാണ് ഒരു ചോദ്യം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വിജയിക്കില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്തു പറയുന്നു? ഇന്ത്യയുടെ കയറ്റുമതി കണക്കുകൾ നോക്കിയാൽ 2024 സാമ്പത്തിക വർഷത്തിൽ 21,083 കോടിയും അതായത് 2025 സാമ്പത്തിക വർഷം നോക്കുമ്പോൾ 23,622 കോടിയും ഇപ്പോൾ 2026 സാമ്പത്തിക വർഷം നോക്കിക്കഴിഞ്ഞാൽ 38,424 കോടിയുമാണ്. ഇതിനർത്ഥം ഇന്ത്യ ഇപ്പോൾ തങ്ങൾക്കായി ആയുധങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, മറിച്ച് ലോകമെമ്പാടും വലിയ തോതിൽ അവ വിപണനം ചെയ്യുക കൂടിയാണ്. കണക്കുകൾ പ്രകാരം പ്രതിരോധ രംഗത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് 151% വളർച്ച നേടിയത്. 2025 സാമ്പത്തിക വർഷത്തെ 8,389 കോടി രൂപയിൽ നിന്ന് 21,071 കോടി രൂപയായി കയറ്റുമതി വളർന്നു. സ്വകാര്യ കമ്പനികളും നല്ലപോലെ വളർച്ച നേടി. 16,233 കോടിയായിരുന്നു മുൻവർഷത്തെ കയറ്റുമതി. ഇക്കുറി 17,353 കോടി രൂപയായി ഉയർന്നു. 2014 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഏകദേശം 600 കോടിയായിരുന്നു. ഇപ്പോൾ അത് 38,500 കോടിയായി വർദ്ധിച്ചുവെന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. 2014 മുതൽ 2026 വരെയുള്ള 12 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 35,000 കോടിയിലധികം വർദ്ധിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 14,802 കോടിയുടെ വർധനവാണ് ഉണ്ടായത്. 14,082 കോടിയുടെ ഈ വർധനവ് ഇന്ത്യയുടെ തദ്ദേശ കഴിവുകളിലും വിപുലമായ ഉൽപാദനശേഷിയിലുമുള്ള ആഗോള ആത്മവിശ്വാസത്തെയാണ് പ്രതിഫലിക്കുന്നതെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഈ നേട്ടത്തിന് DPSUകൾ 54.48% സംഭാവന ചെയ്തപ്പോൾ സ്വകാര്യ വ്യവസായം 45.16% സംഭാവന ചെയ്തുവെന്നും രാജ്നാഥ് സിംഗ് വിശദീകരിക്കുന്നുണ്ട്. ഇത് സഹകരണപരവും സ്വാശ്രയമായ പ്രതിരോധ ആവാസ വ്യവസ്ഥയുടെ ശക്തിയെ പ്രതിഫലിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2024 മുതൽ 2025 23,622 കോടിയും 2023 മുതൽ 2024 21,083 കോടിയുമായിരുന്നു. അതായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആയുധങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, നമ്മൾ ശക്തമായി തന്നെ അത് ലോകരാജ്യങ്ങൾക്കും കയറ്റിവിടുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ആയുധങ്ങളെല്ലാം ഇപ്പോൾ ആക്രിക്ക് തൂക്കി വിൽക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. കാരണം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരുമ്പോൾ ലോകരാജ്യങ്ങൾ 100% ഗ്യാരണ്ടിയോടെ വിശ്വസ്തയോടെ ഇന്ത്യയുടെ ആയുധങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്.